അമ്മയുടെ ബാഗിൽ നിന്ന് ആ കാശ് രൂപ എടുത്ത് അമ്മയുടെ കഴുത്തിലിടാനും പറഞ്ഞു. ഞാൻ അമ്മയുടെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ചൊവ്വാഴ്ചയാണ്, ഓൺലൈനിൽ ധ്യാനം കാണും, അമ്മയെ ധ്യാനം ഇടുന്നിരുന്ന് കേക്ക്, ധ്യാനം കേട്ട് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് അമ്മയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞ് ആ പള്ളിയിലിരുത്തി അമ്മയ്ക്ക് ആ ധ്യാനം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ വിഷമം പറയാൻ വേണ്ടി ചെന്നപ്പം എനിക്ക് അതിലും വലിയൊരു വിഷമമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ കയ്യിലൊരു 100 രൂപ ഉണ്ടായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഒരു ആൻറ്റി വന്ന് എന്നോട് പറഞ്ഞു, മോളെ ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് വെച്ചപ്പം എൻ്റെ കയ്യിലിരുന്ന 100 രൂപ ഞാൻ ആൻറ്റിക്ക് കൊടുത്തിട്ട് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നിരിക്കുന്ന എൻ്റെ അമ്മയടുത്ത് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ വീട്ടിൽ വന്നിരുന്ന് മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരണ്ട് പ്രാർത്ഥിക്കും, മാതാവ് എൻ്റെ കാര്യം പോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പള്ളിയിൽ നിന്ന് ഒരു അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ ധ്യാനം തീരുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടുമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. മാതാവിനെ നാണം കെടുത്തല്ലേ, ആ അമ്മയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണേന്നും പറഞ്ഞ് ഞാൻ മുട്ടിപ്പായി നിന്ന്